തല പുറത്തേക്കിട്ട് കാറിൽ യാത്ര ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം അത്യാവശ്യമായി പറയാനുണ്ട്. മാതൃകാപരമായ ശിക്ഷയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കായംകുളം പുല്ലൂർ റോഡിൽ ഇത്തരത്തിൽ സാഹസിക യാത്ര നടത്തിയ 5 യുവാക്കൾക്ക് നല്ല ഒന്നാന്തര ശിക്ഷ കിട്ടി. എന്താണ് ശിക്ഷ? സാമൂഹ്യ സേവനം. എങ്ങനെയുള്ള സേവനം? ആലോചിക്കാൻ വരട്ടെ. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ശിക്ഷ കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ പറയൂ. SKN ഗുഡ് മോർണിംഗ്. അതായത് മാതൃകാപരമായ ഒരു ശിക്ഷയാണ് മാവേലിക്കര ജോയിൻ്റ് RTO മനോജ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇവരുടെ മാതാപിതാക്കൾ റിക്വസ്റ്റ് ചെയ്തു ഇവർക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കരുത്. ഒപ്പം തന്നെ നിയമപരമായും ഈ ഡ്രൈവർക്കെതിരെയും വാഹന ഉടമയ്ക്കെതിരെയും മാത്രമേ സാങ്കേതികമായി MVDക്ക് കേസെടുക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുട്ടികളെന്ന് തന്നെ പറയാൻ സാധിക്കും. 18നും 20 വയസ്സിനും ഇടയിലുള്ള 5 പേരാണ് ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകിയിട്ടുള്ളത്. 4 ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കോർത്തോ വിഭാഗം, അതായത് അസ്ഥി വിഭാഗത്തിലും ഒപ്പം തന്നെ ക്യാഷ്വാലിറ്റിയിലും സന്നദ്ധ സേവനം നടത്തണം. പത്തനാപുരത്തെ ഗാന്ധി ഭവനിൽ 3 ദിവസം സേവനം നടത്തണം. അത്തരത്തിലുള്ള മാതൃകാപരമായ ശിക്ഷയാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ജോയിൻ്റ് RTO പറയുന്നൊരു കാര്യം, ഈ രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക, അതായത് ഞായറാഴ്ച ദിവസമായിരുന്നു കായംകുളത്ത് നിന്ന് പുനലൂരിലേക്ക് ഇന്നോവ വാഹനത്തിൻ്റെ 4 ഡോറും തുറന്നിട്ട ശേഷം ഡ്രൈവർ അടക്കം പുറത്തിറങ്ങി നിന്നുകൊണ്ട് വാഹനത്തിൽ നിന്നും ഒരു ഇൻസ്റ്റാഗ്രാം റീൽ തയ്യാറാക്കാൻ വേണ്ടി സെൽഫി അടക്കം എടുത്തുകൊണ്ടുള്ള സാഹസിക യാത്ര നടത്തിയത്. ഇത്തരത്തിലുള്ള യാത്ര നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, അതായത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നു, തലയ്ക്കടക്കം ക്ഷതമുണ്ടാകുന്നു, അസ്ഥി ഒടിയുന്നു. ഇതൊക്കെ ആശുപത്രിയിൽ ചെന്നാൽ ഇവർക്ക് മനസ്സിലാകണം എത്രത്തോളം വേദന എടുക്കും, എത്രത്തോളം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നാലുള്ള ജീവിതം എങ്ങനെയായിരിക്കും, അവിടെ തളർന്നു പോയേക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ മനസ്സിലാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ മാതാപിതാക്കളുമായി ചർച്ച. ഇന്നലെയായിരുന്നു ആലപ്പുഴ RTO ദിലുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഇരുത്തി ഈ മാതാപിതാക്കളുമായി ചർച്ച നടത്തി ഇങ്ങനെ ഒരു ശിക്ഷ. അതിന് പൂർണ്ണ സമ്മതം ഈ യുവാക്കളും നൽകിയിട്ടുണ്ട്. അവരും പറഞ്ഞു ഞങ്ങൾ ഇത്തരത്തിലുള്ള സന്നദ്ധ സേവനം നടത്താം, പക്ഷേ അതുകൂടി ഒരു ഇൻസ്റ്റാഗ്രാം റീലാക്കണം എന്ന് അവർ പറഞ്ഞു. അത് സംബന്ധിച്ചു ഞങ്ങൾ ഇത്തരത്തിലുള്ള യാത്ര നടത്തിയതിന് ഇങ്ങനൊരു ശിക്ഷ ഞങ്ങൾ ചെയ്യുന്നു, അത് സന്തോഷത്തോടൊരു സേവനമായി ചെയ്യുന്നു, അതും ഇൻസ്റ്റാഗ്രാം റീലാക്കാനുള്ള അനുവാദം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ശിക്ഷ നൽകിയിട്ടുള്ളത് ഡ്രൈവർ അൽ ഗാലിബാണ് വണ്ടി ഓടിച്ചത്. ഒപ്പം തന്നെ അഫ്താർ അലി, ബിലാൽ നസീർ, മുഹമ്മദ് സജാസ് എന്നിവർക്കാണ് ശിക്ഷ നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ എല്ലാവരുടെയും പ്രായം 18, 19, 20 അത്രയും പ്രായമുള്ള ആളുകളാണ്. ഈ വാർത്ത പുറത്തു വന്നത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. ഈ ഞായറാഴ്ചയായിരുന്നു ഇവർ സാഹസിക യാത്ര നടത്തിയതെങ്കിലും 2 ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഈ വാഹനവും ഒപ്പം തന്നെ മറ്റ് 2 വാഹനങ്ങൾ, ഇന്നോവ വാഹനങ്ങൾ തന്നെയായിരുന്നു. 3 വാഹനങ്ങളിൽ യുവാക്കൾ ഈ രീതിയിൽ അപകടകരമായ സാഹസിക യാത്ര നടത്തിയത്. ഇതിലൊരു പരാതി കൂടി ഉണ്ട്. ഇതിൽ ഒരു വാഹനം, അത് ഇന്ന് ശിക്ഷ നൽകിയവരല്ല, കൊല്ലം സ്വദേശികളായ മറ്റ് 4 പേർ യാത്ര ചെയ്ത വാഹനം അത് ചോദ്യം ചെയ്ത മറ്റൊരു കുടുംബത്തെ അവർ ആക്രമിച്ചു എന്നുള്ളൊരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകി. ഇവരെല്ലാവരും വിദ്യാർത്ഥികൾ കൂടിയാണ്. SKN. ഓക്കെ, താങ്ക് യു. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തു. ഗാന്ധി ഭവനിലൊക്കെ 2 ദിവസം പണിയെടുക്കട്ടെ, കുട്ടികൾ നന്നായി വരട്ടെ.